എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ എക്സ്പീരിയൻസ് പറയാം. സോ ഒരു ക്ലയൻ്റ് ഒരു ബുട്ടീക്ക് ഓണറാണ്. അവരുടെ ബുട്ടീക്ക് ആരിക ബുട്ടീക്ക് എന്നാണ് അവരുടെ ബുട്ടീക്കിൻ്റെ പേര്. സോ അവർ ഒരു ദിവസം അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത് ഇങ്ങനെയാണ്. അപ്പോൾ അവരുടെ ഒരു ക്ലയൻറ്റ്, അവർ ഭയങ്കര ഹാപ്പി ക്ലയൻ്റ് ആയിരുന്നു. ദെൻ ഇവരൊരു വെഡ്ഡിങ് ഫംഗ്ഷന് പോയി. അവർ ആ വെഡ്ഡിങ് ഫംഗ്ഷന് പോയപ്പം ഇവരുടെ ബുട്ടീക്കിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സായിരുന്നു ആ കസ്റ്റമർ യൂസ് ചെയ്തിരുന്നത്. സോ ആ വെഡ്ഡിങ്ങിന് ശേഷം 1-2 പേര് ഇവരുടെ അടുത്ത് വന്ന് ചോദിച്ചു, നിങ്ങൾ ആ ബുട്ടീക്കിൻ്റെ ഡീറ്റെയിൽസ് തരുമെന്ന്. സോ ആ സമയം ഇവരുടെ കയ്യിൽ ഫോണില്ല. ദെൻ ഇവർ പറഞ്ഞു കൊടുത്തു, ആരിക ബുട്ടീക്ക് എന്നാണ് ഞാൻ മേടിച്ച അവരുടെ പേര് എന്ന് പറഞ്ഞു. അപ്പോൾ ആ കസ്റ്റമർ പെട്ടെന്ന് പറഞ്ഞു, ഓക്കെ ആയിക്കോട്ടെ, ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചോളാം. കാരണം എന്ത് കിട്ടിയാലും നമ്മൾ ഫസ്റ്റ് തന്നെ ഗൂഗിളിൽ കൊടുക്കും, അതല്ലെങ്കിൽ ChatGPT കൊടുക്കും. ഇതാണ് എല്ലാവരുടെയും സ്വഭാവം, അല്ലെങ്കിൽ പാറ്റേൺ, ക്യാരക്ടർ. അപ്പോൾ ഇവർ വന്ന് സെർച്ച് ചെയ്തു. ദെൻ അന്നവർക്ക് ഫേസ്ബുക്ക് പേജ് ഇല്ല. ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ജസ്റ്റ് ഒരു പേജ് എന്ന് മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഇല്ല, യൂട്യൂബ് ഇല്ല, ഗൂഗിൾ മൈ ബിസിനസ് ഇല്ല, ഇതൊന്നുമില്ലായിരുന്നു. ദെൻ ഈ ഒരു റെഫറൻസ് കിട്ടിയ കസ്റ്റമർ ഇവരെ സെർച്ച് ചെയ്തിട്ട് എവിടെയും കാണാൻ പറ്റില്ല. അങ്ങനെ അവസാനം ഇവരുടെ ഏതോ ഒരു ഫ്രണ്ട് വഴി ഈ ഓൾഡ് കസ്റ്റമറെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുകയും എന്നിട്ട് അവരുടെ അടുത്ത് നിന്ന് വാട്സപ്പ് നമ്പർ വാങ്ങി, അതായത് 2-3 പേരെ കണക്ട് ചെയ്തിട്ട് അവസാനം വാട്സപ്പ് നമ്പർ വാങ്ങി അവർക്ക് ഈ കസ്റ്റമർ, ആരിക ബുട്ടീക്കിൻ്റെ ഓണറിന് ഈ കസ്റ്റമർ ഒരു ദിവസം വാട്സപ്പിൽ ഒരു ലോങ് മെസ്സേജ് അയച്ചു. വോയിസ് മെസ്സേജാണ്. അതിൽ അവരുടെ അമർഷമുണ്ട്, അതേപോലെ തന്നെ അവസാനം കണ്ടെത്തിയ ഇതിലുള്ള ഹാപ്പിനെസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ആരിക ബുട്ടീക്കിന് അങ്ങനത്തെ ഒരു കസ്റ്റമറെ ഫൈനലി കിട്ടിയത് എന്ന് ചോദിച്ചാൽ, അവരുടെ ബെസ്റ്റ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട്, അവരുടെ ഹാപ്പി കസ്റ്റമർ ആയതുകൊണ്ട്. അതുമാത്രമല്ല, അത്രയ്ക്കും ഹൈ ക്വാളിറ്റി ആയ ഒരു മെറ്റീരിയലാണ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റാണ് അവർക്ക് സെയിൽ ചെയ്യാൻ പറ്റിയത്. പക്ഷേ ഇനി ആ ഒരു രണ്ടാമത് വന്ന കസ്റ്റമറുടെ പറഞ്ഞ വാക്കുകളിലേക്കാണ് ഇന്ന് നമ്മൾ ശരിക്കും പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു, നിങ്ങൾ ആ ഫേസ്ബുക്കിലെങ്കിലും നിങ്ങളുടെ കോൺടാക്ട് നമ്പർ ആഡ് ചെയ്ത് വെച്ചൂടെ. ഞാൻ ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് അയച്ചു, നിങ്ങൾ റിപ്ലൈ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അപ്പോൾ ഈ ആരിക ബുട്ടീക്ക് എന്ന് പറഞ്ഞ ഒരു സാധനവുമില്ല. വേറെ കുറേ കോമ്പറ്റീറ്റേഴ്സ് ബുട്ടീക്കിൻ്റെ പേരുകൾ ഞാൻ കണ്ടു. അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോയി മെസ്സേജ് അയച്ചു. അവരൊക്കെ റെസ്പോണ്ട് ചെയ്തു. പക്ഷേ നിങ്ങളാണോ എന്ന് എനിക്ക് നിങ്ങളുടെ ആ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ കാണിച്ചപ്പം അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഫൈനലി ഞാൻ എല്ലായിടത്തും സെർച്ച് ചെയ്തിട്ട് ഇപ്പം എൻ്റെ 2 ഫ്രണ്ട്സിനെ കണക്ട് ചെയ്തിട്ടാണ് നിങ്ങളുടെ പഴയ കസ്റ്റമറുടെ അടുത്തുനിന്ന് നിങ്ങളുടെ വാട്സപ്പ് നമ്പർ വാങ്ങി വന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചെങ്കിലും കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്യുവാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു എന്നാണ് ആ കസ്റ്റമർ എൻഡ് ചെയ്ത മെസ്സേജ്. സോ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിലെ ടോപ്പിക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു കസ്റ്റമർ വരണമെങ്കിൽ അത് അവരുടെ ഭാഗ്യം കൊണ്ട്, അവരൊരു ലക്കി ബുട്ടീക്ക് ഓണർ ആയതുകൊണ്ടാണ് എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇങ്ങനെ ഒരു കസ്റ്റമറിൻ്റെ ജേണി വളരെ അപൂർവമാണ്, റയറസ്റ്റ് ആണ് ശരിക്കും. പക്ഷേ അത് അവരുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇതാണ്, നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ടോ? പല ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിച്ചു വാട്സപ്പ് നമ്പറിൽ ആഡ് ചെയ്യണം. അതേപോലെ കഴിഞ്ഞ ബൂസ്റ്റ് പോസ്റ്റിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വാട്സപ്പ് നമ്പറിൽ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. ഇതാണ് യൂസർ നെയിം എന്ന് പറയുന്നത്. സ്ക്രീൻ കാണുന്നുണ്ടോ? ഗിവ് മി എ സെക്കൻഡ്. ഇതുണ്ടോ, ഈ മൗസ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നുണ്ടോ? hitclicks.digital marketing. അപ്പോൾ ഇത് തന്നെ ആയിരിക്കണം എല്ലാ സ്ഥലത്തും നിങ്ങൾ കൊടുക്കേണ്ടത്. അത് കഴിയുമ്പോൾ ഇതേപോലെ ഒരു വിസിറ്റിംഗ് കാർഡ് കിട്ടും. അപ്പോൾ നിങ്ങളിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും, വലിയ സ്ക്രീൻ എടുക്കാം. ഇതുണ്ടോ, ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട്, വൈറ്റ് ബ്ലോക്ക്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വെച്ചേക്കുന്നത് നമുക്കിവിടെ QR കോഡ് ഇൻസേർട്ട് ചെയ്യാനാണ്. സോ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരും, അങ്ങനെയാണെങ്കിൽ ഈ QR കോഡും കൂടി ChatGPTക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നാൽ പറയുന്നു. കാരണം ChatGPTയിൽ QR കോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും അതിന് എറർ സംഭവിക്കുന്നുണ്ട്. കാരണം പെർഫെക്റ്റ് ആയിട്ട് ChatGPT QR കോഡ് ക്രിയേറ്റ് ചെയ്ത് തരുന്നില്ല. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അതിൻ്റെ പ്രശ്നം, നിങ്ങൾ ഈ ഒരു വിസിറ്റിംഗ് കാർഡ് ക്രിയേറ്റ് ചെയ്തു, ഇത് വേറൊരാൾക്ക് അയച്ചു കൊടുത്തു, ദെൻ അവർ QR കോഡ് ട്രൈ ചെയ്യുവാണ്. അപ്പോൾ വർക്കായില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ആ ഒരു വിസിറ്റിംഗ് കാർഡ് കൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടാവില്ല. സോ അതുകൊണ്ട് നമുക്ക് ആ സെക്ഷൻ പെർഫെക്റ്റ് ആക്കണം. അതിനുവേണ്ടി നമ്മൾ ആ QR കോഡ് ജനറേറ്റ് ചെയ്യണം ശരിക്കും. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. സോ അപ്പോൾ QR കോഡ് ജനറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് വേണം? QR കോഡ് ജനറേറ്റ് ചെയ്യാൻ നമുക്കൊരു ലിങ്ക് വേണം. അപ്പോൾ ആദ്യം ഇത്രയും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ഒന്നും കൂടെ പറയാം, ആദ്യം ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ആ പ്രോംപ്റ്റ് എടുത്ത് കൊടുക്കുക. ദെൻ എൻ്റർ ചെയ്യുമ്പോൾ
ഇങ്ങനെ ഒരു വിസിറ്റിംഗ് കാർഡ് നിങ്ങൾക്ക് ജനറേറ്റ് ആയി കിട്ടും. ദെൻ ക്യു ആർ കോഡിൻ്റെ കേസ്. അപ്പോൾ ക്യു ആർ കോഡിൻ്റെ കേസിൽ നിങ്ങളിവിടെ ക്യു ആർ കോഡ് ടൈപ്പ് ചെയ്യുക. ഇത് കണ്ടോ, ക്യു ആർ കോഡ് ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ യൂസ് ചെയ്തിട്ടുള്ള ഒരു ലിങ്ക് ഓട്ടോമാറ്റിക്കായി ജനറേറ്റ് ചെയ്യും. അത് നിങ്ങൾ കോപ്പി എടുക്കുക. ക്യാൻവ എന്ന് പറഞ്ഞ സൈറ്റ് എടുക്കുക. അപ്പോൾ ഇവിടെ വന്നാൽ ക്രിയേറ്റിലൂടെ അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ അപ്ലോഡിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫോട്ടോ, ഇതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫോട്ടോ. ഇത് ഓപ്പൺ ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻ കാണും. രണ്ടാമത്തെ ഓപ്ഷൻ എഡിറ്റ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് മൊബൈലിലും കിട്ടും, പേടിക്കണ്ട. ഇത് ഫ്രീ ആയിട്ട് തന്നെ ഇവിടെയൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഇവിടെ കണ്ടോ ക്രിയേറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞ്, ആ ക്രിയേറ്റ് ഡിസൈനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനെ പുതിയൊരു പേജിലേക്ക് ഓപ്പൺ ചെയ്ത് കിട്ടും. ഇപ്പോൾ നമുക്കിവിടെ ആ സ്പേസ് നമുക്ക് കാണാം. കുറച്ചും കൂടെ സൂം ചെയ്യാം കാണാൻ വേണ്ടി. ഓക്കെ, സോ ഇനി നമുക്ക് ഇവിടെയാണ് നമ്മുടെ ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ കണ്ടോ ഒരു എലമെന്റ്സ് എന്നുള്ളത്. കാരണം ഫാസ്റ്റ് ആയിട്ട് ഞാൻ പോകുന്നുണ്ടെങ്കിൽ പ്ലീസ് ടൈപ്പ് സ്ലോ ഇൻ ദ ചാറ്റ് ബോക്സ്. കുറച്ചും കൂടെ സ്ലോ ആക്കാം. ഇവിടെ നമുക്ക് ജനറേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അല്ല. ഇവിടെ കണ്ടോ ഈ സെർച്ച് ചെയ്യാനുള്ള സ്ഥലത്ത് ക്യു ആർ എന്നടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ വരുന്നു ക്യു ആർ ആൻഡ് ലിങ്ക്. ഇത് റീസെൻ്റ് ആണ്, അവിടെ വരില്ല. നിങ്ങൾ ആദ്യമായിട്ട് സെർച്ച് ചെയ്യുമ്പോൾ ഈ കാര്യമാണ് ക്യു ആർ കോഡ് ആൻഡ് ലിങ്ക്. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ കോപ്പി ചെയ്തെടുത്ത് ലിങ്ക് ഇവിടെ കൊടുക്കുക. ഇതല്ല, ലിങ്ക് മാറിപ്പോയി. നമ്മുടെ ലിങ്ക് ഇതായിരുന്നു, ഇത് കോപ്പി ചെയ്തു. ഇവിടെ കൊണ്ടുവന്ന ലിങ്ക് കൊടുക്കുന്നു. ഇവിടെ ജനറേറ്റ് ക്യു ആർ കോഡ് ഇതാണ്. അപ്പോൾ തന്നെ ഇതവിടെ ക്യു ആർ കോഡ് ജനറേറ്റ് ആയി വന്നു. കണ്ടോ, കാണുന്നില്ലേ? ദെൻ അതിനെ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് പിടിച്ചുകൊണ്ടിടുക. അതിനൊന്ന് സൈസ് ഒന്ന് ചെറുതാക്കുക. സംഭവം സെറ്റ്. ഓക്കെ, ദെൻ നമ്മളൊന്ന് നോക്കുക. കണ്ടോ, ആ വിസിറ്റിംഗ് കാർഡ് പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. ഹിറ്റ് ക്ലിക്സ് ഫൗണ്ടേഴ്സ് ക്ലബിലേക്ക് സ്വാഗതം.